അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്, പക്ഷെ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. നിങ്ങൾക്ക് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ഏതെങ്കിലും 2 ടേമുകൾ തരും, ഏതെങ്കിലും 2 ടേം. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളത് 7th ടേം അല്ലെങ്കിൽ 7ാം പദം 23 തന്നിട്ടുണ്ട്, 11th ടേം 11ാം പദം 63 തന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നിട്ട് നിങ്ങളോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം. പക്ഷെ ഇങ്ങനെ 2 ടേമുകൾ തന്നാൽ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. 2 സെറ്റ് ടേമുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഈ സമത്തിന്റെ അപ്പുറത്ത് കിടക്കുന്ന നമ്പറുകളില്ലേ, അത് കുറച്ച് മേളിൽ എഴുതണം. അതായത് 63 നിന്നും 23 കുറച്ച് മേളിൽ എഴുതണം. സമത്തിന്റെ ഇപ്പുറത്ത് കിടക്കുന്ന നമ്പർ കണ്ടാ ഏതൊക്കെയാണ്? 11ഉം 7ഉം, അത് കുറച്ച് താഴെ എഴുതണം. അതായത് ഇപ്പുറത്ത് കിടക്കുന്ന കുറച്ച് മേളിൽ എഴുതണം, ഇപ്പുറത്ത് കിടക്കുന്ന കുറച്ച് താഴെ എഴുതണം. എത്ര വരും? 63 നിന്ന് 23 കുറച്ചാൽ എത്രയാണ്? 40. 11 നിന്ന് 7 കുറച്ചാൽ എത്രയാണ്? 4. 40ന് 4 കൊണ്ട് ഹരിച്ചാൽ എത്ര വരും? 10. അപ്പൊ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ 2 സെറ്റ് ടേം എന്ന് മനസ്സിലായല്ലോ. ഇത് കുറച്ച് മേളിൽ എഴുതുക, ഇത് കുറച്ച് താഴെ എഴുതുക. ഇത് ഇവിടുത്തൊന്ന് പറഞ്ഞേ, വേഗം പറഞ്ഞേ. ഡി ഈക്വൽ ടു ഇത് കുറച്ച് മേളിൽ എഴുതുക. 2 സെറ്റ് ടേം അല്ലേ? 26 - 16. ഇത് കുറച്ച് താഴെ എഴുതുക. 7 - 5. ആൻസർ എത്ര കിട്ടും? 26 നിന്ന് 16 കുറച്ചാൽ 10, 7 നിന്ന് 5 കുറച്ചാൽ 2, 10/2 എത്രയാണ്? 5. അവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 5. ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 10. എളുപ്പമല്ലേ? 2 സെറ്റ് ടേമുകൾ തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. കേട്ടല്ലോ.